അഷ്കറിലേക്ക് പോയി വരാം. പുതിയ ദേശീയപാത യാഥാർത്ഥ്യമാകുമ്പോൾ അപ്രത്യക്ഷമാവുന്ന ചില ഇടങ്ങൾ കൂടിയുണ്ട്. നടൻ ജഗതി ശ്രീകുമാറിന് അപകടമുണ്ടായ ഒരു ഡിവൈഡർ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ഇത് പിന്നീട് ജഗതി വളവ് എന്നാണ് അറിയപ്പെട്ടത്. അത് പാണമ്പ്ര വളവാണ് കേട്ടോ അതിൻ്റെ യഥാർത്ഥ പേര്. ആ പാണമ്പ്ര വളവിൽ 2012 മാർച്ച് 10 പുലർച്ചെയായിരുന്നു മലയാളികളെ നടുക്കിയ അപകടമുണ്ടായത്. സമാനമായ നിരവധി വാഹനാപകടങ്ങൾക്ക് കാരണമായ പാണമ്പ്ര വളവ് പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരും. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഷ്കർ അലി കരിമ്പ, ഗുഡ് മോർണിംഗ് അഷ്കർ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പാണമ്പ്ര വളവും ഒക്കെ അതില്ലാതായി കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ നാട്ടുകാർക്കുണ്ടാവും. അതുവഴിയൊക്കെ യാത്ര ചെയ്യുന്നതിൽ ഇനി ആരെയും ഭയക്കേണ്ടതില്ല. എനിക്ക് കാണാം അഷ്കറിൻ്റെ പിന്നിലൂടെ ആ റോഡ് ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്നത് കാണുമ്പോൾ നാട്ടുകാരുടെ വലിയ മോഹമാണ് സാക്ഷാത്കരിക്കുന്നത്. അങ്ങനെ മലബാറിൻ്റെ മൊത്തം വികസന ചിറക്, ഈ വികസന പാത ഇങ്ങനെ നീണ്ട് നിവർന്ന് വരാൻ പോവുകയാണ്. മെയ് 30 ആകുമ്പോഴേക്ക് കാര്യങ്ങളൊക്കെ ഉഷാറാവുമോ അഷ്കർ? അരുൺ, ഗുഡ് മോർണിംഗ്. മെയ് 30 ആകുമ്പോൾ തന്നെ അത്തരത്തിൽ പൂർത്തിയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രയേറെ ഏകദേശം അന്തിമഘട്ടത്തിലാണ് ഈ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് വളാഞ്ചേരി രാമനാട്ടുകര റീച്ചിലാണ് ഇത് പെടുക. ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് വെച്ചാണ് അന്ന് 2012 നടൻ ജഗതി ശ്രീകുമാറിന് വലിയ തോതിലൊരു അപകടം സംഭവിക്കുന്നത്. പിന്നീട് ഒരു പതിറ്റാണ്ടോളം അദ്ദേഹത്തെ അഭ്രപാളികളിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയൊരു ദുരന്തമായിരുന്നു അത്. ജഗതി ശ്രീകുമാർ മാത്രമല്ല, അത്തരത്തിൽ നിരവധി ആളുകൾ അപകടത്തിനിരയായ ഒരു പ്രദേശമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് അരുൺ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, അതിമനോഹരമായ റോഡാണ്. കണ്ടാൽ ആർക്കും ഒന്ന് യാത്ര ചെയ്യാൻ പൂതിയാവുന്നെങ്കിൽ കൊതിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ റോഡുകളൊക്കെ മാറിയിട്ടുണ്ട്. അത്രയേറെ സന്തോഷിക്കുന്ന, അല്ലെങ്കിൽ ആർക്കും യാത്ര ചെയ്യാൻ തോന്നുന്ന രീതിയിലേക്ക് ഈ റോഡ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ എന്ന് പറയുന്നത്, ഈ ജഗതി ശ്രീകുമാർ അടക്കമുള്ള ഒരു അപകടത്തിൽ പെടുന്ന ഒരു ഘട്ടത്തിൽ ഏകദേശം 50 വർഷത്തിനുള്ളിൽ 52ഓളം ആളുകളുടെ ജീവൻ പൊലിഞ്ഞ ഒരു വളവ് കൂടിയായിരുന്നു ഈ പാണമ്പ്ര വളവ് എന്ന് പറയുന്നത്. ഒരു ബസ് തന്നെ അപകടത്തിൽപ്പെട്ട് 22ഓളം പേരുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. കാരണം അത്തരത്തിലായിരുന്നു ഇവിടുത്തെ റോഡിൻ്റെ സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ പാണമ്പ്ര വളവ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു വളവും അതിനുശേഷം തൊട്ടടുത്തൊരു വളവ്, അതിനോടൊപ്പം ഒരു ഭാഗത്ത് വലിയൊരു കൊക്ക പോലെ താഴ്ന്ന പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥിരം അപകട മേഖല ആയതുകൊണ്ട് എന്നും ആളുകൾ ഉറക്കം കെടുത്തുന്ന, ആളുകൾക്ക് എന്നും ആശങ്കയുണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ചിത്രം ആകെ മാറിയിരിക്കുന്നു. സുരക്ഷിതമായ ഒരു റോഡായി ഈ റോഡ് മാറിയിട്ടുണ്ട്. മാത്രമല്ല ആളുകൾക്ക് സുഖമായി സഞ്ചരിക്കാൻ കഴിയും. ഈ വരുന്ന ഭാഗങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ഗതാഗത സ്തംഭനം അനുഭവിച്ചിരുന്ന മേഖല കൂടിയായിരുന്നു. ഇവിടെ കാക്കഞ്ചേരി ആണെങ്കിലും തൊട്ടടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ചേളാരി, താഴെ ചേളാരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ എന്നും മണിക്കൂറുകളോളം ഗതാഗത സ്തംഭനം അനുഭവിച്ചിരുന്ന പ്രദേശങ്ങളാണ്. പക്ഷേ ഇന്ന് ആ ചിത്രമൊക്കെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. 6 പേര് പാതയിലൂടെ അതിഗംഭീരമായി നിരനിരയായി പോകുന്ന വാഹനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ സർവീസ് റോഡുകളുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ പൂർത്തിയാക്കാൻ ബാക്കി നിൽക്കുന്നത്. അതുകൂടി ഇപ്പോൾ പൂർത്തിയാക്കുമെന്നാണ് ബന്ധപ്പെട്ടവർ വ്യക്തം. ഞാൻ അഷ്കറിലേക്ക് തിരികെ വരാം.